ഹലോ ഡിയേഴ്സ്, ഇതെൻ്റെ ബാക്കി ഭാഗമാണ്. ഈ ആളെ കണ്ടോ? ഈ ഫോട്ടോയിൽ കാണുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ സുവനീർ ഷോപ്പിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് ഫോട്ടോസൊക്കെ എടുക്കണം, വീഡിയോസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് കൂട്ടിയിട്ട് പോയി കേട്ടോ. സാധാരണ അങ്ങനെ ആരും ചെയ്യാറില്ല. വീഡിയോസ് ഫോട്ടോസ് എടുക്കാൻ ചെല്ലുമ്പോൾ ആൾക്കാർക്ക് എന്തോ ഒരു വിഷമം പോലെയാണ്. അപ്പം പുള്ളിക്കാരനെ അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് തന്നെ പുള്ളി പോയി, വാ ഇതൊക്കെ എടുക്ക്. അറബിക്കിലാണ് പറയുന്നത്. പുള്ളി ഓർത്താണ് ഞാനൊരു വലിയൊരു സംഭവമാണെന്ന് വല്ലതും പുള്ളിക്ക് കാണുമായിരിക്കും, അറിയില്ല. എൻ്റെ നിൽപ്പും ഭാവം കണ്ടപ്പോൾ അങ്ങനെ വിചാരിച്ചാൽ തെറ്റില്ലല്ലോ. അപ്പം ഞാൻ പോയി. വളരെ സന്തോഷമായിരുന്നു, കാരണം ഒരാളിങ്ങനെ വന്ന് വിളിച്ചിട്ട് കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഇതിനകത്തുള്ള സാധനങ്ങളെല്ലാം തന്നെ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഒരു ആയിഷ എന്ന് പറഞ്ഞ ഒരു ലേഡിയുടെ പേര് പറഞ്ഞു, പുള്ളിക്കാരിയാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞു. വളരെ സിമ്പിളായിട്ടും വളരെ ഭംഗിയായിട്ടും ചെയ്തിരിക്കുന്നതാണ്. ഈ നൂല് കൊണ്ടുണ്ടാക്കിയതാണ് ഇതൊക്കെ. നല്ല രസമാണ് കാണാനൊക്കെ കേട്ടോ. ഇതൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസ് കാർഡിനെയൊക്കെ ഓർമ്മ വന്നു പണ്ടത്തെ. പിന്നെ അതുപോലെ എംബ്രോയ്ഡറി വർക്ക്സ്, അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് പണ്ട് തയ്യൽ ടീച്ചർ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു കേട്ടോ. കാണാനായിട്ട് നല്ല രസമാണ്. പുള്ളി ഓരോന്നും ചെയ്യണം, ഓരോന്നും കാണിച്ച് നമുക്കിങ്ങനെ ഓരോന്നും എടുക്കുക പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കണ്ടോ, ഇത് എംബ്രോയ്ഡറി വർക്ക്സൊക്കെ. ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ്, ഫൗണ്ടറാണ്, ഷെയ്ഖ് ഹമീദ് ബിൻ റാഷിദ് അൽ നുമൈമിയാണ് കേട്ടോ. പുള്ളി പ്രത്യേകം പറഞ്ഞു ഇദ്ദേഹത്തിന് ഫോട്ടോ എടുത്ത് കാണിക്കണം എല്ലാവരെയും എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, പുള്ളി എല്ലാം പറഞ്ഞതെല്ലാം ഞാൻ സമ്മതിച്ചു. നമ്മുടെ ഇപ്പോൾ ഈ ഫോർട്ടിൻ്റെ ഉള്ളിൽ, ഫോർട്ടിൻ്റെ പുറത്തുള്ള ഈ വീഡിയോസൊക്കെ ഇതോടുകൂടി തീർന്നു കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോ അജ്മാൻ മ്യൂസിയം ആണ് കേട്ടോ. അതിനുള്ളിലേക്ക് കയറുന്നതിന് മുൻപായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 5 ദിറംസ് ആണ് ഒരാൾക്ക് ചാർജ്. ഈ കാണിക്കുന്ന സാധനമൊക്കെ ഐഷ എന്ന് പറഞ്ഞ ലേഡി ഉണ്ടാക്കിയതാണെന്നാണ് പുള്ളി പറഞ്ഞത് കേട്ടോ. പുള്ളി ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി പുള്ളിക്കാരിയുടെ സ്വന്തം ഷോപ്പാണോ അതോ ഇനി പുള്ളിക്കാരി ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തതാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എനിക്കതൊന്നും മനസ്സിലായില്ല പുള്ളി പറയുന്ന കാര്യങ്ങളൊന്നും. പിന്നെ പോകാൻ നേരം എനിക്കൊരു പാക്കറ്റ് നല്ല ഡേറ്റ്സ് തന്നു കേട്ടോ. ഈ യെല്ലോ കളറിലെ ഇത് കണ്ടോ, ഇത് എമിറാത്തി ലേഡിയുടെ ഒരു പിക്ചറാണ്. പുള്ളിക്കാരി ബാഗിൽ തുന്നി പിടിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നോട് പുള്ളി പറഞ്ഞു ഇത് എമിറാത്തിയാണ്, ഇനി ഇന്ത്യൻ ലേഡിയുടെ ഉണ്ട്, അത് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞു. അതാണിത് കേട്ടോ. ഇത് ഇന്ത്യൻ ലേഡിയുടെ പിക്ചറാണ്. ഇത് ചണം സഞ്ചിയില്ലേ, അതുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. താങ്ക് യു.